ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫോറൻസിക് വിത്ത് മല്ലുക്കൾ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫോറൻസിക് സയൻസിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോറൻസിക് സയൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടുള്ള ഫിസിക്കൽ എവിഡൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഫിസിക്കൽ എവിഡൻസിൽ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എവിഡൻസിൻ്റെ ഇൻട്രൊഡക്ഷൻ, types of physical evidence, collection and preservation of evidence, analysis of physical evidence, role of physical evidence in investigation and the conclusion. ഇത്രയും ടോപ്പിക്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഫിസിക്കൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഫോറൻസിക് സയൻസിൻ്റെ എന്താ പറയുക, ഒരു നടുന്തോൺ, ബാക്ക് ബോൺ ആണെന്ന് പറയാൻ പറ്റും നമുക്ക്. ഒരു ക്രൈം നടന്നാൽ ആ ക്രൈം സീനിൽ നമുക്ക് കിട്ടുന്ന ഐറ്റംസ് എല്ലാം ഫിസിക്കൽ എവിഡൻസ് ആണ്. അതിൽ ബയോളജിക്കൽ എവിഡൻസും കാണും, ഫിസിക്കൽ എവിഡൻസും കാണും. മെയിൻലി ഈ എവിഡൻസുകളെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. വേറെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, പക്ഷെ മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ എവിഡൻസും ബയോളജിക്കൽ എവിഡൻസും ആണ്. ഫിസിക്കൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ നോൺ ലിവിങ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ബയോളജിക്കൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസത്തെ ഇല്ലെങ്കിൽ അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിസിക്കൽ എവിഡൻസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഫിംഗർ പ്രിൻറ്റ്സ്, അതുപോലെ തന്നെ ടയർ ഇംപ്രഷൻസ്, ഫുട് പ്രിൻറ്റ്സ്, ഫൈബർ, പെയിൻറ്റ്, പിന്നെ അതുപോലെ തന്നെ എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ്, അതല്ല. അതുപോലെ ബയോളജിക്കലിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബ്ലഡ് സാമ്പിൾസ് അല്ലെങ്കിൽ DNA, ബോഡി ഫ്ലൂയിഡ്സ്, സലൈവ, സെമൻ, അതെല്ലാം എന്താണ്? ബയോളജിക്കൽ എവിഡൻസ് ആണ്. ഇതാണ് ഫിസിക്കൽ എവിഡൻസിൻ്റെ മെയിൻ പോയിന്റ്. നമ്മളുടെ ഒരു ക്രൈം നടന്ന ആ ക്രൈം സീനിൽ നിന്ന് കിട്ടുന്ന ഐറ്റംസ്, അതിനെയാണ് നമ്മൾ ഫിസിക്കൽ എവിഡൻസ് എന്ന് പറയുന്നത്. ഇനി ഫിസിക്കൽ എവിഡൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മെയിൻലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഫിസിക്കൽ എവിഡൻസും ബയോളജിക്കൽ എവിഡൻസ് ആയിട്ടാണ് ഈ എവിഡൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ബയോളജിക്കൽ എവിഡൻസ്. ബയോളജിക്കൽ എവിഡൻസിലാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് കിട്ടുന്ന ഐറ്റംസ് എല്ലാം ബയോളജിക്കൽ എവിഡൻസിലാണ് വരിക. അതായത് ബ്ലഡ്, ഹെയർ, സലൈവ, സെമൻ, പിന്നെ ബോഡിയിൽ നിന്ന് എന്തൊക്കെ കിട്ടാവുന്നത് അതെല്ലാം നമ്മുടെ ബയോളജിക്കൽ എവിഡൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ട്രേസ് എവിഡൻസ് എന്ന് പറയുമ്പോൾ വരുന്നത് മൈന്യൂട്ട് ആയിട്ടുള്ള തിങ്സ്. ഇപ്പോൾ ഫൈബർ, ഗൺ ഷോട്ട് റെസിഡ്യൂ, അതൊന്നും നമുക്ക് അങ്ങനെ കാണാനൊന്നും പറ്റില്ല. പെയിൻറ്, ഇപ്പം ഗ്ലാസ് പൊട്ടിയിട്ട് അതിൻ്റെ എന്താ പറയുക, ഗ്ലാസ് പൊട്ടിക്കഴിയുമ്പോൾ അതിന് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ തെറിച്ചൊക്കെ പോകില്ല, അതെല്ലാം ട്രേസ് എവിഡൻസിലാണ് വരിക. സോയിൽ, അതല്ല. ഇംപ്രഷൻ എവിഡൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫുട് പ്രിന്റ്, ഫിംഗർ പ്രിന്റ്, അതുപോലെ തന്നെ ടൂൾ മാർക്ക്, ടയർ മാർക്ക്, ബൈക്ക് മാർക്ക്, ഇതെല്ലാം ഇംപ്രഷൻ ആണ്. എന്താന്ന് പറഞ്ഞാൽ ഇംപ്രഷൻ എവിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇംപ്രഷൻ ഉണ്ടാവുകയാണ്. ലൈക്ക് ഇപ്പം നമ്മളൊരു ബോട്ടിലിൽ പിടിച്ചു, അപ്പോൾ അവിടെ ഒരു ഫിംഗർ പ്രിന്റ് ഇംപ്രഷൻ ഫോം ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു ചെരുപ്പിട്ടിട്ടോ അല്ലെങ്കിൽ ചെരുപ്പിടാതെയോ നമ്മൾ ഒരു ഫ്ലോറിൽ കൂടി നടക്കുകയാണ്, അപ്പോൾ അവിടെ നമ്മുടെ ഫുട് പ്രിന്റ് ഇംപ്രഷൻ അല്ലെങ്കിൽ അതെല്ലാം വരുവാണ് അവിടെ. അതാണ് ഉദ്ദേശം. ഇപ്പം നമ്മൾ ഒരാളെ കടിച്ചു, അപ്പം നമ്മുടെ പല്ലിൻ്റെ മാർക്ക് അവിടെ വരില്ല, അതാണ് ബൈറ്റ് മാർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഫയർ ആം ആൻഡ് ബാലിസ്റ്റിക്സ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഐറ്റംസ്. ഈ ഗൺ ഷോട്ട് റെസിഡ്യൂ ഒക്കെ അതിൽ തന്നെ വരുന്നതാണ്. ബുള്ളറ്റ്, ഷെൽ കേസിങ്, ഗൺ ഷോട്ടിൻ്റെ പാറ്റേൺ, അതുപോലെ അതെല്ലാം ഫയർ ആം, ബാലിസ്റ്റിക് ആ ഒരു ഏരിയയിൽ വരുന്ന എവിഡൻസുകളാണ്. ഡോക്യുമെൻ്റ് ആൻഡ് ഡിജിറ്റൽ എവിഡൻസ്. ഡോക്യുമെൻ്റ് എവിഡൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു സൂയിസൈഡ് നോട്ട്, അതുപോലെ തന്നെ ഒരു മുദ്രപത്രം, അതെല്ലാം ഡോക്യുമെൻ്റ് എവിഡൻസ് ആണ്. ഇപ്പോൾ ഫോർജ്ഡ് ആണോ അതെല്ലാം വരുന്നത് എന്താ ഡോക്യുമെൻ്റ് എവിഡൻസിലായിട്ടാണ് വരുന്നത്. ഡിജിറ്റൽ എവിഡൻസ് പറയുമ്പോൾ നമുക്കറിയാം, ഡിജിറ്റൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ഫോണ്, കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ USB, ഹാർഡ് ഡ്രൈവ്, പെൻ ഡ്രൈവ്, അതെല്ലാം എന്താണ് ഫോട്ടോഗ്രാഫ്സ്. അത് ഡിജിറ്റൽ മൊബൈലിൽ നിന്ന് കിട്ടുന്ന ഫോട്ടോഗ്രാഫ്സ് ആണെങ്കിൽ അത് ഡിജിറ്റൽ എവിഡൻസ്. അല്ലാതെ നമ്മളൊരു ഫോട്ടോ ആയിട്ട് പ്രിന്റ് ചെയ്ത് അങ്ങനെ വെക്കുവാണെങ്കിൽ അതൊരു ഡോക്യുമെൻ്റ് ആണ്. ഇതാണ് ടൈപ്സ് ഓഫ് എവിഡൻസിൽ മെയിനായിട്ട് വരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് കളക്ഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് എവിഡൻസ്. ഒരു എവിഡൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഈ കളക്ഷനും പ്രിസർവേഷൻ എന്ന് പറയുന്നത്.
അപ്പം നമുക്ക് ക്രൈം സീനിൽ നിന്ന് ഒരു 100 എവിഡൻസ് കിട്ടിയതുകൊണ്ട് കാര്യമില്ല. ആ എവിഡൻസിനെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് അനലൈസ് ചെയ്യുന്ന സ്റ്റേജിൽ എത്തുമ്പോൾ അതിൽ നിന്ന് നമുക്ക് വേണ്ട ഒരു ആൻസർ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനെ അതുപോലെ കളക്ട് ചെയ്ത് പ്രിസർവ് ചെയ്ത് വെക്കണം. പല എവിഡൻസിനും പല പ്രൊസീജിയറാണ്, കളക്ഷൻ ആണെങ്കിലും പ്രിസർവേഷൻ ആണെങ്കിലും. ഇപ്പോൾ ബയോളജിക്കലായിട്ടുള്ള എവിഡൻസ് കളക്ട് ചെയ്യുന്ന പോലെയല്ല ഇംപ്രഷൻ എവിഡൻസ് ഇല്ലെങ്കിൽ ഡോക്യുമെൻ്റ് എവിഡൻസ് കളക്ട് ചെയ്യുന്നത്. ഓരോന്നിനും ഓരോ ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്കായിട്ട് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പം ഞാൻ ഒരു കോമൺ ആയിട്ടുള്ള 3 പോയിന്റ്സ് ആണ് പറയുന്നത്. പ്രോപ്പർ കളക്ഷനിൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് ഏത് എവിഡൻസ് ആയാലും നമ്മളൊരു ക്രൈം സീനിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഗ്ലൗസും അതേപോലെ തന്നെ നമ്മളിൽ നിന്നൊരു കണ്ടാമിനേഷൻ വരരുത്. ഒരു ക്രൈം സീനിൽ കണ്ടാമിനേഷൻ വരാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു ഗ്ലൗസോ ഇല്ലെങ്കിൽ ഒന്നുമില്ലാതെ ഒന്നും ബാരിക്കേഡ്, ഒരു ക്രൈം സീൻ ബാരിക്കേഡ് ചെയ്യാതെ കയറി ഇറങ്ങി നടക്കുകയാണെങ്കിൽ ആ എവിഡൻസ്, ആ ക്രൈം സീനിൽ 100 എവിഡൻസ് ഉണ്ടെങ്കിലും അതെല്ലാം കണ്ടാമിനേറ്റഡ് ആയിരിക്കും. ഇത്രയും അവിടെ ആ ക്രൈം സീനിൽ എൻ്റർ ചെയ്ത ഓരോരുത്തരുടെ സാമ്പിൾ അനലൈസ് ചെയ്തെങ്കിൽ മാത്രമേ അത് ആരുടെയാണത് പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ക്രൈം സീൻ നടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് റിപ്പോർട്ടിംഗ് ഓഫീസർ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രൈം സീൻ ബാരിക്കേഡ് ചെയ്ത് അത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആക്കി വെക്കുക. അതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഹാൻഡ്ലിംഗ് ആണ്. അതായത് നമ്മൾ കളക്ട് ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഗ്ലൗസ്, നമ്മൾ അതിൻ്റെതായ ഗ്ലൗസ് യൂസ് ചെയ്യുക, മാസ്ക് യൂസ് ചെയ്യുക. അത് നമുക്കും നമ്മുടെ ഹെൽത്തിനും അത് നല്ലതാണ്. അതുപോലെ തന്നെ എവിഡൻസ് കണ്ടാമിനേറ്റ് ആവാതിരിക്കാനും അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ പാക്കേജിങ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, പലതിനും പല മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ പേപ്പർ ബാഗ്സ്, ബയോളജിക്കൽ എവിഡൻസിന് കൂടുതൽ യൂസ് ചെയ്യുന്ന പേപ്പർ ബാഗ്സ് ആണ്. അതുപോലെ തന്നെ വോളറ്റൈൽ ആയിട്ടുള്ള സബ്സ്റ്റൻസിന് എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് ആണ്. കാരണം ഈ ചില എവിഡൻസുകളിൽ ഇപ്പോൾ നമ്മൾ ആയിട്ടുള്ളത് ഡയറക്റ്റ് കളക്ട് ചെയ്യില്ല. ഇപ്പോൾ ബ്ലഡ് ആണെങ്കിൽ അത് ഡ്രൈ ചെയ്തെടുത്ത്, ഇല്ലെങ്കിൽ അതിൽ ഫംഗസ് വന്ന് ആ ബ്ലഡിൽ നിന്ന് നമുക്ക് അതിൻ്റെ സെൽസ് എല്ലാം നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ ഇതാണ്. അപ്പോൾ നമ്മൾ ഓരോ ഐറ്റംസ്, ഓരോ എവിഡൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ആ ടൈമിൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള സ്റ്റെപ്സ് ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരുന്നതാണ്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു മനസ്സിലാക്കാൻ, ആ സ്റ്റെപ്സ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അടുത്തത് ലേബലിംഗ് ആൻഡ് ചെയിൻ ഓഫ് കസ്റ്റഡിയാണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഗ്ലൗസ് ഒക്കെ ഇട്ട് പോയി, എല്ലാം പ്രോപ്പറായി, നമ്മൾ അവിടെ നിന്ന് ഒരു എവിഡൻസ് കണ്ടു, ആ എവിഡൻസിനെ പാക്ക് ചെയ്തു. ഇപ്പോൾ ഒരു പേപ്പർ ബാഗിൽ പാക്ക് ചെയ്തു. അതിൽ എഴുതണം എവിടെ നിന്ന് കിട്ടിയതാണ്, അതിൻ്റെ ക്രൈം നമ്പർ എത്രയാണ്, അതിൻ്റെ ഡേറ്റ് എല്ലാം നമ്മൾ അതിൽ എഴുതണം. അതാണ് ലേബലിംഗ്. പിന്നെ ചെയിൻ ഓഫ് കസ്റ്റഡി. ഈ ചെയിൻ ഓഫ് കസ്റ്റഡി എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ആണ്. അതായത് ആ എവിഡൻസിൻ്റെ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെടാതിരിക്കുക. ഈ സാമ്പിൾസ് എവിടെയൊക്കെ പോയി, അതായത് ചിലപ്പോൾ ഇതൊരു ഫോറൻസിക് എക്സ്പേർട്ട് ആയിരിക്കും ക്രൈം സീനിൽ നിന്ന് കളക്ട് ചെയ്യുക, ചിലപ്പോൾ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആയിരിക്കാം ഇത് കളക്ട് ചെയ്യുക. ആരാണോ ഇത് കളക്ട് ചെയ്യുന്നത് നമുക്കറിയില്ല. അപ്പോൾ ഇത് ആരാണ് കളക്ട് ചെയ്തത്, എപ്പോഴാണ്, ഡേറ്റ്, ടൈം എല്ലാം ആ പാക്കേജിങ്ങിൽ ഉണ്ടാകണം. പ്രോപ്പറായിട്ട് വിത്ത് സിഗ്നേച്ചർ, സീല് എല്ലാം ഉണ്ടായിരിക്കണം. എന്നിട്ട് ഇത് നെക്സ്റ്റ് ആരിലേക്കാണ് പോയത്, ഒരു CPO അല്ലെങ്കിൽ SPO ആയിരിക്കും നമ്മുടെ FSL ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക്. ഇല്ലെങ്കിൽ ഇത് ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു CPO അല്ലെങ്കിൽ SPO ആയിരിക്കും നമ്മുടെ FSL കൊണ്ട് ഇത് ഏൽപ്പിക്കുക. അപ്പോൾ ഇത് ആരാണ് ഏൽപ്പിച്ചത്, എപ്പോഴാണ് FSL വന്നത്, അത് കഴിഞ്ഞ് FSL വരുമ്പോഴോ സെയിം ഇത് തന്നെ, ആരാണിത്, കുറേ സയൻറ്റിഫിക് ഓഫീസേഴ്സ് ഉണ്ടാകും അവിടെ. അപ്പം അതിൽ ആരാണ് അത് ഓപ്പൺ ചെയ്തത്, എങ്ങനെയാണ് ഓപ്പൺ ചെയ്തത്, എല്ലാം ഒരു പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ വഴിയാണ്. കാരണം പിന്നീട് നമുക്ക് ഇത് എന്നത്തെ കേസായിരുന്നു, ഇത് അന്നത്തെ ആണോ, ഇത് എവിടെ നിന്ന് കിട്ടിയത് ഐറ്റം ആയിരുന്നു, ഒരു മിസ്മാച്ച് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് പ്രോപ്പർ ചെയിൻ ഓഫ് കസ്റ്റഡി മെയിൻറ്റെയിൻ ചെയ്യണം. ഇവൻ നമ്മൾ കോർട്ടിൽ പോയാലും ഇതൊക്കെ വാലിഡ് പോയിന്റ്സ് ആണ്. അപ്പോൾ ഇതാണ് മെയിൻ പോയിന്റ്സ്: പ്രോപ്പർ ഹാൻഡ്ലിംഗ്, പാക്കേജിംഗ്, ലേബലിംഗ് ആൻഡ് ചെയിൻ ഓഫ് കസ്റ്റഡി. ഇതാണ്
ഒരു എവിഡൻസിൻ്റെ കളക്ഷൻ ആൻഡ് പ്രിസർവേഷൻ. ഇത് മെയിൻ സ്റ്റെപ്സ് മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് 7 to 8 സ്റ്റെപ്സ് ഉള്ള ഒരു പ്രൊസീജിയറാണ് ഈ കളക്ഷൻ ഓഫ് എവിഡൻസ് എന്ന് പറയുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത് വരുന്നത് അനാലിസിസ് ഓഫ് ഫിസിക്കൽ എവിഡൻസ്. ഒരു എവിഡൻസ് കണ്ടു, നെക്സ്റ്റ് സ്റ്റേജ് ആണ് അനാലിസിസ്. പ്രോപ്പർ കളക്ഷനും ചെയിൻ ഓഫ് കസ്റ്റഡി ഒക്കെ ആയിട്ട് നമ്മുടെ സാധനം FSL എത്തി, നമ്മുടെ ഐറ്റം FSL എത്തി. ഇനി അവിടെ നിന്ന് ചെയ്യുന്നതാണ് അനാലിസിസ് ഓഫ് ഫിസിക്കൽ എവിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരോ സാമ്പിൾ അനുസരിച്ച് ഓരോരോ അനാലിറ്റിക് ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫൈബർ അല്ലെ ഫിംഗർ പ്രിൻറ്റിൻ്റെ കമ്പാരിസൺ അല്ലെ ഫിംഗർ പ്രിൻറ്റ് അനാലിസിസ്, നമുക്ക് അതിലൊക്കെ വരുമ്പോൾ മാഗ്നിഫൈങ് ഗ്ലാസ്, അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. സാമ്പിൾ അനുസരിച്ച് മൈക്രോസ്കോപ്പുകൾ മാറും. മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു വലിയ വേസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. നമുക്ക് പഠിക്കാനുണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്സ്, അതിൻ്റെ പ്രിൻസിപ്പൾസ്, അതിൻ്റെ പാർട്സ് ഒക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. അത് ഇൻസ്ട്രുമെൻറ്റേഷൻ ടോപ്പിക്കിലാണ് വരുന്നത്. അപ്പോൾ അത് ഞാൻ വേറെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അടുത്തത് കെമിക്കൽ അനാലിസിസ് ആണ്. കെമിക്കൽ അനാലിസിസ് മെയിൻലി ചെയ്യുന്നത് ഡ്രഗ് ടെസ്റ്റിങ്, അല്ലെങ്കിൽ ടോക്സിക്കോളജി, അതുപോലെ ഗൺ ഷോട്ട് റെസിഡ്യൂ, അതൊക്കെ കെമിക്കൽസ് യൂസ് ചെയ്ത് ഈ ഡ്രഗ് ടെസ്റ്റും ടോക്സിക്കോളജിയിലൊക്കെ കൊടുത്താൽ പ്രൈമറി ടെസ്റ്റുകൾ വരുന്നത് നമുക്ക് എല്ലാത്തിനും ഉണ്ട്. ഒരു പ്രൈമറി ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് ഉണ്ടാകും. കെമിക്കൽ അനാലിസിസിൽ 2 ടെസ്റ്റും നിർബന്ധമാണ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് എപ്പോഴും എന്തായിരിക്കും? പ്രൈമറി ടെസ്റ്റ് തന്നെയാണ്. പ്രൈമറി ടെസ്റ്റിൽ കൂടുതലും കളർ ടെസ്റ്റുകളാണ് വരിക. ഓരോ ഡ്രഗിനും അതിൻ്റെതായ കളറുകളുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് ആണ്. വരും വീഡിയോകൾ അതെല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ റെസിഡ്യൂ, അതുപോലെ തന്നെ ഗൺ ഷോട്ട് റെസിഡ്യൂ, അതിൽ പല മെറ്റീരിയൽസ് ആയിരിക്കും. ചില അമോണിയം ടെസ്റ്റ് ഉണ്ടാവും, അങ്ങനെ മെർക്കുറി, അങ്ങനെ പല ടെസ്റ്റും ഉണ്ടാകും. അപ്പോൾ അതനുസരിച്ചിട്ട് കെമിക്കൽ ടെസ്റ്റുകൾ മാറി വരും. അടുത്തത് DNA പ്രൊഫൈലിംഗ്. DNA പ്രൊഫൈലിംഗ് നമുക്കറിയാം, നമ്മുടെ ജനറ്റിക് മെറ്റീരിയലിൽ നിന്ന് നമുക്ക് ഒരു DNA കണ്ടുപിടിക്കാം. അതൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഒരു ക്രൈം സീനിൽ നിന്ന് മാക്സിമം കളക്ട് ചെയ്യാൻ നോക്കുന്ന ഒരു എവിഡൻസ് എന്ന് പറയുന്നത് DNA കിട്ടുന്ന എവിഡൻസ്. അതായത് ബ്ലഡ്, സലൈവ, സെമൻ, ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ മാക്സിമം പ്രോപ്പറായിട്ട് DNA കിട്ടുന്നതാണെങ്കിൽ നമുക്ക് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഒരു ഇൻഡിവിജ്വലിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം കോർട്ടിൽ നമുക്ക് പറഞ്ഞു നിൽക്കാനും, അതായത് ഏറ്റവും നല്ല എവിഡൻസ് ആണ് DNA എവിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. DNA പ്രൊഫൈലിങ്ങിൽ ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്, അതെല്ലാം ഞാൻ വരുന്ന വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ. അടുത്ത ബാലിസ്റ്റിക് ടൂൾ മാർക്ക്. അങ്ങനെ ബാലിസ്റ്റിക് ആയിട്ടുള്ള ഐറ്റംസ് അല്ലെ ടൂൾ മാർക്സ്, അതായത് ടൂൾ മാർക്സ് എന്ന് ഉദ്ദേശിച്ച ചില ക്രൈം സീനിൽ നിന്ന് തലക്കടിച്ച്, ചുറ്റിക വെച്ച് തലക്കടിച്ച് കൊന്നത്, സ്ക്രൂ ഡ്രൈവർ വെച്ച് കുത്തിക്കുന്നത്, അങ്ങനെ ഒത്തിരി കേസുകൾ വരും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ആ ടൂൾസ് കിട്ടും. ആ ടൂൾ മാർക്സിൽ നിന്ന് നമുക്ക് ആ ടൂള് ഉപയോഗിച്ചാണോ ചിലവർ വേറെ ടൂള് വെച്ച് ഉപയോഗിച്ചിട്ട് വേറൊരു എന്താ ചുറ്റിക വെച്ച് തലക്കടിച്ച് കൊന്നിട്ട് അവിടെ ഒരു കോല് കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ, ഒരു വുഡൻ്റെ സ്റ്റിക്ക് കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താ വിചാരിക്കുക, ആ വുഡൻ വെച്ചിട്ടാണ് ആ മർഡർ നടന്നിരിക്കുന്നതെന്ന്. പക്ഷെ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ആ വൂണ്ടും അതുപോലെ തന്നെ ഈ ടൂൾ വെച്ചിട്ടാണോ എന്നും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും. വെപ്പൺസ്, അതുപോലെ തന്നെ ഗൺ ഷോട്ട്, ഇപ്പം ഗണ്ണ്, അത് പല ടൈപ്പ് ഗണ്ണുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ ആണോ ആ റെസിഡ്യൂ, ഇല്ലെങ്കിൽ വേറെ ഗൺ യൂസ് ചെയ്തിട്ട് ഒരാളുടെ ഗൺ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ക്രിമിനൽസിൻ്റെ മൈൻഡ് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനത്തെ വേണേലും കിട്ടും. അപ്പോൾ ഈ അനലൈസിങ് ടെക്നിക്സ് നമ്മുടെ എവിഡൻസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ 4 എണ്ണം അതൊരു കോമൺ ആയിട്ടുള്ളതാണ്. ഇതിലും ഇനിയും വെറൈറ്റീസ് ഓഫ് അനാലിസിസ് ടെക്നിക്സ് ഉണ്ട്, അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ ഫിസിക്കൽ എവിഡൻസിൻ്റെ റോൾ എന്താണ്? അത് ഇത്രയും ഫിസിക്കൽ എവിഡൻസിനെ കുറിച്ച് മനസ്സിലായപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും അതിൻ്റെ റോൾ എന്താണെന്ന്. ഫസ്റ്റ് തന്നെ ഇപ്പം ഞാനൊരു 7 പോയിന്റ്സ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ഈ 7 പോയിന്റ്സ് ആയിട്ട് എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് പഠിക്കുമ്പോൾ എളുപ്പത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെയും ഒത്തിരി പോയിന്റ്സ് ഉണ്ട്. നമുക്കിത് ഓൺ വേർഡ്സിൽ ഇങ്ങനെ എലാബറേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഇത് തന്നെയാണ്.
അപ്പം ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷിങ് ദ ഒക്കറൻസ് ഓഫ് എ ക്രൈം സീൻ. അതായത് നമുക്കൊരു ക്രൈം സീനിൽ പോകുമ്പോൾ തന്നെ നമുക്കൊരു അവിടെ പൂട്ട് പൊട്ടിച്ച് കിടക്കുന്നുണ്ടാക്കും. ഇത് എന്താണ്, ഒരു മർഡർ ആണോ അല്ലെങ്കിൽ ഒരു തെഫ്റ്റ് കേസാണോ, അത് എന്ത് ടൈപ്പ് ആണെന്ന് നമുക്ക് അവിടെ വെച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഫിസിക്കൽ എവിഡൻസ്. ഇപ്പോൾ പൂട്ട് പൊട്ടിച്ച് കിടക്കുകയാണ്, ഇല്ലെങ്കിൽ ബ്ലഡ് സ്റ്റെയിനിൻ്റെ പാറ്റേൺ, ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കും എന്താണ് ഇത് എന്ത് ടൈപ്പ് ഓഫ് ക്രൈം ആണ്, എന്തിനുള്ള ശ്രമമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. ലിങ്കിങ് സസ്പെക്ട് ആൻഡ് വിക്ടിം ടു ക്രൈം സീൻ. വിക്ടിംസിൻ്റെ സസ്പെക്റ്റിനെ ലിങ്ക് ചെയ്യിക്കുന്ന ഈ ക്രൈം സീന്, സസ്പെക്റ്റ്, വിക്ടിം ഇവരെല്ലാം കൂടി എങ്ങനെ ലിങ്ക് ചെയ്യുന്നു ക്രൈം സീന്, അതിന് ഹെൽപ്പ് ചെയ്യും. അതായത് ഫിംഗർ പ്രിൻറ്റ്സ്, DNA, ഫുട് പ്രിൻറ്റ്, ഇപ്പോൾ ക്ലോത്തിൻ്റെ എന്തെങ്കിലും ആയിരിക്കും, ഹെയർ, അത് ഓരോന്നും നമുക്ക് ലിങ്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ പ്രിപ്പറേറ്റേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് എന്താ പറയുക, ഇപ്പോൾ ഒരു DNA അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ്, ഒരു വെപ്പണിൻ്റെ റെസിഡ്യൂ എന്തെങ്കിലും കിട്ടിയാൽ അത് ഉപയോഗിച്ച് നമുക്ക് സസ്പെക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അത് എങ്ങനെ ക്രൈമിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഉപയോഗിക്കാത്ത ഒരു വെപ്പൺ കൊണ്ട് അവിടെ ഇട്ടിട്ട് വേറെ വെപ്പൺ ഉപയോഗിച്ച് ഒരാളെ ആക്രമിക്കാം. എന്നിട്ട് അപ്പോൾ അത് വെച്ച് നമുക്ക് ക്രൈം സീൻ മുന്നോട്ട്, ഇപ്പോൾ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ എവിഡൻസ്. അവിടെ നിന്ന് ആ മരത്തിൻ്റെ കോല്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ ആണെങ്കിൽ, ആ മരത്തിൻ്റെ കോല് വെച്ചല്ല ഒരാളെ ആക്രമിച്ചിരിക്കുന്നത്, പകരം ഒരു ചുറ്റിക വെച്ചാണ്. അപ്പോൾ ഈ മരത്തിൽ ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടെങ്കിൽ അത് അയാളുടെ തന്നെ ആവണമെന്നില്ല, വേറെ ആരുടെയെങ്കിലും ആയിരിക്കാം. ക്രൈം ഇൻവെസ്റ്റിഗേഷനെ വഴി തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ആകാം. അപ്പോൾ അതിനെല്ലാം നമുക്ക് ഈ ഫിസിക്കൽ എവിഡൻസ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രൈം സീൻ്റെ റീകൺസ്ട്രക്ഷൻ, ഓരോ ഫിസിക്കൽ എവിഡൻസ് ഓരോരോ പോയിന്റിലായിരിക്കും. ആ ഫിസിക്കൽ എവിഡൻസിൻ്റെ കളക്ഷനിലൊക്കെ ഓരോ ടെക്നിക്സ് ഉണ്ട്. അത് അടുത്ത വീഡിയോ അതായിരിക്കും മിക്കവാറും. അപ്പോൾ ആ ക്രൈം സീനെ റീകൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു സിനിമയാണ് നേരറിയാൻ, സേതുരാം അയ്യർ CBI, നേരറിയാൻ CBI. അതിലൊക്കെ കണ്ടിട്ടില്ല, എനിക്ക് ഏതാണ് സിനിമ എന്ന് ഓർമ്മയില്ല. അതുകൊണ്ട് അതിൽ കണ്ടില്ല, ഒരു ബൊമ്മ എറിഞ്ഞിട്ട് സ്റ്റെപ്പിൽ നിന്ന് എറിഞ്ഞിട്ട് അത് വീഴുന്ന എങ്ങനെയാണെന്നൊക്കെ. അതൊക്കെ റീകൺസ്ട്രക്ഷൻ, ക്രൈം സീൻ്റെ റീകൺസ്ട്രക്ഷൻ്റെ ഒരു പാറ്റേൺ ആണ്. അതുപോലെ സ്ട്രെങ്തനിങ് ലീഗൽ പ്രൊസീഡിങ്സ്. അപ്പോൾ ഈ ഫിസിക്കൽ എവിഡൻസിൻ്റെ അനലൈസ് ചെയ്ത റിപ്പോർട്ട്, അതായത് സയൻറ്റിഫിക് റിപ്പോർട്ടാണ്, അതൊരു സയൻറ്റിഫിക് എവിഡൻസ് ആയി മാറി. ഈ നമുക്ക് ക്രൈം സീനിൽ നിന്ന് എന്ത് കിട്ടിയാലും അത് നമ്മൾ അനലൈസ് ചെയ്ത് റിപ്പോർട്ടാക്കി, ആ റിപ്പോർട്ടിനാണ് കോർട്ടിൽ വാല്യൂ ഉള്ളത്. അതിൽ എന്താണോ ഉള്ളത്, അതിൻ്റെ ആൻസർ, അതിൻ്റെ റിപ്പോർട്ട്, അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അതിനാണ് കോർട്ടിൽ വാല്യൂ ഉള്ളത്. ഇപ്പോൾ നമുക്കൊരു DNA കിട്ടി, ഇപ്പം ഒരു DNA സാമ്പിൾ നമുക്ക് ക്രൈം സീനിൽ നിന്ന് കിട്ടി. പക്ഷേ എന്താ പറയുക, ഈ പോലീസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഒരു സസ്പെക്റ്റിനെ കണ്ടുപിടിച്ചു. അവിടെ നിന്ന് കിട്ടിയ DNA-യും ഈ സസ്പെക്റ്റുമായിട്ട് മാച്ചിങ് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന അയാളെ ഒരിക്കലും ക്രിമിനൽ ആണെന്ന് പറയാനായിട്ട് എന്താ പറയുക, ഒരു സാധ്യതയില്ല. അങ്ങനെ പറയാൻ പാടില്ല. സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ, ഇപ്പോൾ അയാളുടെ DNA ആണ് ആ വിക്ടിത്തിൻ്റെ ആ സസ്പെക്റ്റിൻ്റെ DNA ആയിട്ട് മാച്ചിങ് ആണെങ്കിൽ നമുക്ക് പറയാം. മനസ്സിലായോ? അപ്പോൾ ഈ ലീഗൽ പ്രൊസീഡിങ്ങിൽ ഏറ്റവും സ്ട്രെങ്തനിങ് ആയിട്ടുള്ള പോയിൻ്റാണ്. പല കേസും തെളിവില്ലാത്തത് കൊണ്ട് പലരും രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്, പലരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ പല ഇതും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ലീഗൽ പ്രൊസീഡിങ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഫിസിക്കൽ എവിഡൻസ്, അതിൻ്റെ റിപ്പോർട്ട്. പിന്നെ വരുന്നതാണ് മോഡസ് ഓപ്പറാൻഡി. ഈ മോഡസ് ഓപ്പറാൻഡിയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാറ്റേൺ, ഈ ഫിസിക്കൽ എവിഡൻസിൻ്റെ പാറ്റേൺ അനലൈസ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും സസ്പെക്റ്റ് ഏത് മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഇയാൾ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള, ഇപ്പോൾ ചില പാറ്റേൺ, സീരിയൽ കില്ലിങ്ങിനൊക്കെ ഓരോ പാറ്റേൺസ് ഉണ്ടല്ലോ,
അപ്പോൾ അയാളുടെ ആ മോഡസ് ഓപ്പറാൻഡി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഫിസിക്കൽ എവിഡൻസിൻ്റെ ഡീറ്റെയിൽ എക്സാമിനും കൂടി. ഇപ്പോൾ അടുപ്പിച്ച് 2 ക്രൈം സീനിൽ ചുറ്റിക കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ ചുറ്റിക വെച്ച് തലക്കടിച്ച് കൊല്ലുന്നതാണ് അയാളുടെ മോഡസ് ഓപ്പറാൻഡി. ഇല്ലെങ്കിൽ കക്കാൻ കയറുമ്പോൾ അയാൾ അറിയാതെ, ചിലവർ അറിയാതെ രക്ഷപ്പെടാൻ വേണ്ടി കക്കാൻ കയറുന്നവരായിരിക്കും. അപ്പോൾ അവിടുത്തെ ഓണർ എണീക്കുമ്പോൾ അയാളെ പിടിക്കപ്പെടാതിരിക്കാൻ അയാളെ കൊല്ലുന്നതായിരിക്കും. ചിലവർ സീരിയൽ കില്ലേഴ്സ്, ഇങ്ങനെയാണ് അവരുടെ മോഡസ് ഓപ്പറാൻഡി എന്ന് പറയും. ഞാനൊരു പോയിന്റ് പറയാൻ വിട്ടുപോയി, എക്സോണേറ്റിംഗ് ദ ഇന്നസെന്റ്. അത് ഓൾറെഡി പറഞ്ഞ പോയിന്റ്സിൽ തന്നെയാണ്, അതൊരു പോയിന്റായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളെയാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന് കിട്ടിയതെങ്കിൽ ആ ഫിസിക്കൽ എവിഡൻസിന്റെ എക്സാമിനേഷൻ മാച്ചിങ് അല്ലെങ്കിൽ അയാൾ ഇന്നസെന്റ് ആണെന്ന് അയാളുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ പറ്റും ഇൻ കോർട്ട്. അപ്പോൾ അതെല്ലാം ഇതിൽ ഹെൽപ്ഫുൾ ആണ്. ഒരാളെ കുറ്റവാളിനെ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ നിരപരാധീനെ പുറത്തിറക്കാനും ഒരുപോലെ ഇമ്പോർട്ടൻസ് ആണ് ഈ ഫിസിക്കൽ എവിഡൻസിൽ ഉള്ളത്. ലാസ്റ്റ് പോർഷൻ ആണ് കൺക്ലൂഷൻ. ഫിസിക്കൽ എവിഡൻസിന്റെ ഇമ്പോർട്ടൻസ് ആണ്. അതായത് ഒരു ഫിസിക്കൽ എവിഡൻസ് എന്ന് പറഞ്ഞ ഒരു ക്രിട്ടിക്കൽ കമ്പോണന്റ് ആണ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ക്രിട്ടിക്കൽ കമ്പോണന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു നടുന്തൂണാണ് അല്ലെങ്കിൽ ബാക്ക് ബോൺ ആണ് എന്ന് പറഞ്ഞു. അത് ക്രിട്ടിക്കൽ കമ്പോണന്റ് ആണ്. ഒരു എന്താ പറയുക, ഒരു ട്രൂത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഒരു ക്രൈം നടന്നാൽ അതിൻ്റെ ട്രൂത്ത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് അതിൻ്റെ ഫിസിക്കൽ എവിഡൻസ് തന്നെയാണ്. ഫിസിക്കൽ എവിഡൻസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ലൊക്കാർഡ് പ്രിൻസിപ്പിൾ പറയാതിരിക്കാൻ പറ്റില്ല. ഈ ലൊക്കാർഡ് പ്രിൻസിപ്പിളിൽ നിന്നാണ് ശരിക്കും ഫിസിക്കൽ എവിഡൻസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമുക്ക് ഫോറൻസിക് സയൻസിൽ ഒരു 7 പ്രിൻസിപ്പിൾസ് പഠിക്കാനുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ പറയും ലൊക്കാർഡ്സ് പ്രിൻസിപ്പിൾ ഡീറ്റെയിൽ ആയിട്ട്. പക്ഷേ ഇപ്പോൾ പറയുവാണെങ്കിൽ ഒരു വ്യക്തി ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ട്രേസ് മാർക്ക് അല്ലെങ്കിൽ ട്രേസ് എവിഡൻസ് അവിടെ ഉണ്ടാക്കിയിട്ടേ പോകത്തുള്ളൂ. അത് മേ ബി നേക്കഡ് ആയിട്ടായിരിക്കും, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് നേരെ കാണാനും പറ്റും. പക്ഷെ ഒരു എവിഡൻസ് അവിടെ എന്തായാലും ഉണ്ടാവും എന്ന ഒരു വിശ്വാസമല്ല. ചിലതിൽ നമ്മൾ പറയും ദൈവത്തിൻ്റെ കയ്യൊപ്പ് കൊണ്ടാണെന്നൊക്കെ. അതുപോലെ തന്നെയാണത്. അതിനൊരു സയൻറ്റിഫിക് ഒരു പോയിന്റിൽ ലൊക്കാർഡ്സ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ എവിഡൻസ് വെച്ചിട്ട് നമുക്ക് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷന് ഒരു സക്സസ് പോയിന്റ് കൊടുക്കാനും ഒരു ജസ്റ്റിസ് കൊടുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് ഫിസിക്കൽ എവിഡൻസ്. ഡൗട്ടോ ക്വയറീസോ എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും കുറിച്ച് വീഡിയോ ചെയ്യണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ കമൻ്റായിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ മെയിൽ ID കൊടുത്തിട്ടുണ്ട്, അതിനകത്തും ചോദിക്കാം. ഇൻസ്റ്റഗ്രാം IDയും കൊടുത്തിട്ടുണ്ട്, അവിടെയും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പേജ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ടെംപ്ലേറ്റ് സ്ലൈഡ്സ്കോ എന്നാണ്. അതിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് കോളേജിലും അല്ലാതെയൊക്കെ പ്രസൻറ്റേഷനൊക്കെ ആവശ്യം വരുവാണെങ്കിൽ അതിൽ നിന്ന് എടുക്കാവുന്നതാണ്.